കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 52 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനമാണ്. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ തന്നെ പലയിടങ്ങളിൽ പലാവർത്തി ഈശോ ചില കാര്യങ്ങൾ തൻ്റെ ചുറ്റും കൂടിയവർക്ക് മനസ്സിലാക്കി കൊടുത്തിരുന്നത് ഉപമകളിലൂടെയാണ്. എന്തെങ്കിലുമൊക്കെ ഉപമകളൊക്കെ പറയും. അപ്പോൾ സാധാരണക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും, ഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രബോധനങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഉപമകളാണ് ഈശോ ഉപയോഗിച്ചത്. പക്ഷെ ഇവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ പറയുമ്പോൾ ചിലരെന്നും പറയുന്ന കാര്യമാണ്, അത് ഈശോ ഉപമയായിട്ട്, ശരിക്കും തൻ്റെ ശരീരമല്ല, തൻ്റെ രക്തമല്ല, ഒരു ഉപമയായിട്ടാണ് ഈശോ പറഞ്ഞതെന്ന്. ഇവിടെ ഒരു ഈശോ ഒരു ഉപമയും പറയുന്നില്ല. കുറച്ച് പേർക്കത് മനസ്സിലായില്ല, ഗ്രഹിക്കാൻ പറ്റിയില്ല, ഉൾക്കൊള്ളാൻ പറ്റിയില്ല, തർക്കമുണ്ടായി. അവർ ചോദിച്ചു, ഇതെങ്ങനെ അവന് തൻ്റെ ശരീരം ഭക്ഷണമായും രക്തം പാനീയമായിട്ട് തരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അത്രയും തർക്കമുണ്ടായിട്ടും അത്രയും അസ്വസ്ഥത ഉണ്ടായിട്ടും ഈശോ പറഞ്ഞില്ല, ഇതൊരു ഉപമയാണ് ഞാൻ പറഞ്ഞതെന്ന്. ഈശോ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ ചില കാര്യങ്ങളിലൊന്ന് ഈശോ പറഞ്ഞു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്ത 1-2 കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്. ഈശോയുടെ ശരീരവും രക്തവും എല്ലാ ദിവസവും സ്വീകരിക്കുന്നവരാണ് നമ്മളിൽ പലരും. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയിൽ മുന്നോട്ട് പോകാൻ കൃപ ലഭിച്ചവരും വിളി ലഭിച്ചവരാണ് നമ്മൾ. നീ ശരീരം സ്വീകരിക്കുമ്പോൾ, അവൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ വചനം പറയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്കുള്ള വാഗ്ദാനമാണ്, നിത്യജീവൻ്റെ വാഗ്ദാനം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് ശരീരത്തിൻ്റെ ഭക്ഷണം കഴിച്ച് ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റും ഒരു പരിധി വരെ. പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗമൊക്കെ വന്ന് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരുമ്പോഴാണ് അതിന് അപകടകരമായ അവസ്ഥയാകുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താൻ ശരീരത്തിന് ഭക്ഷണം സ്വീകരിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ജീവൻ ഈ ലോക ജീവിതത്തിൽ നിലനിർത്താനും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിൻ്റെ ഭക്ഷണമാണ് പരിശുദ്ധ കുർബാന. നിത്യജീവനിലേക്കുള്ള തിരുപാതേയമാണ്. ഈ യാത്രയിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കാൻ, വീണു പോകാതിരിക്കാൻ, ഈശോയുടെ ഏറ്റവും അധികമായി ഐക്യപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന സ്വർഗീയ യാത്രയ്ക്കുള്ള തിരുപാതേയം
മറ്റൊരു വാക്യം പറഞ്ഞാൽ പൊതിച്ചോറാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ അത് വാഗ്ദാനമാണ്. ഈശോ ഷാർപ്പായിട്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്ക്, എൻ്റെ രക്തം പാനം ചെയ്യേ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട്, ജീവനുണ്ടെന്നല്ല പറഞ്ഞ്, നിത്യജീവനുണ്ട്. എന്നിട്ട് പറഞ്ഞ് അവസാന ദിവസം ഞാൻ അവൻ ഉയർപ്പിക്കും. എന്നിട്ട് വീണ്ടും ഈ വചനം ആവർത്തിച്ചിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കൂ, നിങ്ങൾ എൻ്റെ രക്തം പാനം ചെയ്യേ, അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. ഈ ഭൂമിയിൽ ഈശോയിൽ വസിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർബാനയോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഈശോയുടെ ശരീരവും രക്തവും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അത് വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഓരോ ദിവസവും നാം സ്വീകരിക്കുമ്പോൾ യേശുവിൽ വസിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഈശോ നമ്മളിൽ വസിക്കുന്ന അനുഭവം ഉണ്ടാവും. ഈ അനുഭവമാണ് ഒരു ആത്മീയ മനുഷ്യൻ്റെ യാത്രയിൽ അവനെ താങ്ങായി മാറുന്നതും ഫലമായി മാറുന്നതും. ജീവിതയാത്രകളിൽ വീണുപോകാതെ, ഇടറിപ്പോകാതെ, തകർന്നു പോകാതെ, തളർന്നു പോകാതെ കൈപിടിച്ച് നടത്തുന്നതൊക്കെ യേശുവിൽ ഒരു ദൈവ പൈതൽ വസിക്കാൻ തയ്യാറാകുമ്പോഴാണ്. അതാണ് വിശുദ്ധ കുർബാനയിൽ ഒരുവൻ തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അവന് യേശുക്രിസ്തുവിൽ, അവൾക്ക് യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരനുഭവം ഈ ഭൂമിയിലുണ്ടാകും. ഈ അനുഭവങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ സ്വർഗം നമുക്ക് തരുന്നതിനെ ഓർത്ത് സ്വർഗത്തിന് നമുക്ക് നന്ദി പറയാം. ഈ വിശുദ്ധ കുർബാനയുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായും ഈശോയിൽ വസിക്കാനുള്ള കൃപയ്ക്കായും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.